ഹായ്. ജീവിതത്തെ വളരെ നല്ല രീതിയിലൊന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു അറിവ് മാത്രമല്ല, ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആയാലും സ്പിരിച്വാലിറ്റി ആയാലും എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിൽ ആ മാറ്റം വരുത്തുന്നത് എന്ന്. അതിനു പറ്റിയ ഒരു എളുപ്പമാർഗമാണ് ഇനി പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത്. അതാണ് ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ പാകപ്പെടുത്തുക എന്നത്. പലരും കരുതുന്നത് ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണെന്നതാണ്. അല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പാകപ്പെടുത്തുന്ന ഒരു ധർമ്മം കൂടി ഉറക്കത്തിനുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത്. മനസ്സിൽ രൂപപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാമിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതവും രൂപപ്പെടുന്നത്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ അകം ലോകം രൂപപ്പെടുന്ന ഒരു പ്രധാന സമയമാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയം വളരെയധികം സൂക്ഷിക്കണം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഉറങ്ങാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കണ്ണുകളടഞ്ഞ് ബോധമനസ്സ് മെല്ലെ റെസ്റ്റിലേക്ക് പോകും. അതേസമയം തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മയക്കത്തിലേക്ക് വീഴുന്നതിനനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ ആക്റ്റീവായി വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളൊരു റിലേ മത്സരത്തിൽ ഒരാൾ അയാളുടെ ഭാഗം ഓടിക്കഴിയുമ്പോൾ ബാറ്റൺ അടുത്ത ആൾക്ക് കൈമാറുന്നത് പോലെ നമ്മുടെ മനസ്സിൽ അപ്പോൾ എന്താണോ ഉള്ളത് അത് ഈ ആക്റ്റീവായി വരുന്ന ഉപബോധ മനസ്സിന് കൈമാറിക്കൊണ്ടാണ് മനസ്സ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. മനസ്സിൽ അപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മനസ്സിൽ ആ സമയത്തുള്ള ചിന്തകളും ഫീലിങ്സ്, വികാരങ്ങളും മനോചിത്രങ്ങളും മനസ്സിൽ കാണുന്ന ഇമേജസും ഉൾപ്പെടെ അതെന്താണോ അത് സബ് കോൺഷ്യസ് മൈൻഡിന്, ആ ആക്റ്റീവായി വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിന് കൈമാറിക്കൊണ്ടാണ് ബോധമനസ്സ്, നമ്മുടെ മനസ്സ് മെല്ലെ ഉറക്കത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ കൈമാറി കിട്ടുന്ന ചിന്തകളും വികാരങ്ങളും ചിത്രങ്ങളും, മനസ്സിലെ ചിത്രങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളാണെന്ന് കരുതിക്കൊണ്ട് അവ ജീവിതത്തിൽ വരുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യും. ഈ പ്രോഗ്രാമിനനുസരിച്ചാണ് നമ്മുടെ ഭാവിയിലെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കണ്ണിൽ ഉറക്കം പിടിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണോ അവ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മുടെ കണ്ണ് മയങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ചിന്തകളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ചിന്തകൾ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ സ്വയം സംസാരിക്കുന്നതോ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ ടിവിയിലോ മൊബൈലിലോ ഒക്കെ കാണുന്നതോ കേൾക്കുന്നതോ എന്തായാലും ചിന്തകൾ തന്നെയാണ്. അവ നമ്മുടെ മനസ്സ് ബാറ്റൺ കൈമാറുന്നത് പോലെ ഉപബോധ മനസ്സിന് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുന്ന സമയത്ത്, കണ്ണ് മയങ്ങുന്ന സമയത്ത് നിങ്ങൾ ഭാവിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. അറിയാതെ പോലും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ മറ്റുള്ളവരോട് തർക്കിക്കുകയോ സ്വയം പരിതപിക്കുകയോ ആത്മകഥം ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ TV വാർത്തകളോ ഒന്നും ആ ഉറങ്ങുന്ന സമയത്ത് കാണാനേ പാടില്ല. ഉദാഹരണത്തിന്, മറ്റേതെങ്കിലും നാട്ടിൽ നിങ്ങൾക്കറിയാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കിടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും അതേസമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോവുകയും ചെയ്താൽ ആ വഴക്കിന്റെ രംഗങ്ങൾ നിങ്ങളുടെ ബോധമനസ്സ് ഉപബോധ മനസ്സിന് കൈമാറുന്നുണ്ട്. ഉപബോധ മനസ്സ് ആ ഒരു വഴക്കിന്റെ രംഗങ്ങൾ എടുത്ത് പ്രോസസ് ചെയ്ത് അതുപോലെ സമാനമായ ഒരു രംഗം നിങ്ങളുടെ ലൈഫിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തർക്കങ്ങളൊക്കെ കണ്ട് രസിക്കുന്നവരുടെ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരുമായുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് വരുന്നത്. അത് അവരുടെ അകം ലോകത്തിൽ, അവരുടെ ഉപബോധ മനസ്സിൽ
നേരത്തെ കണ്ട രംഗങ്ങൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടത് പുറത്ത് പ്രതിഫലിക്കുന്നതാണ്. ഇങ്ങനെയാണ് അകം ലോകത്തുള്ളത് പുറത്ത് പ്രതിഫലിക്കുന്നത്. കുടുംബാംഗങ്ങളോട് വഴക്കിട്ട് ദേഷ്യത്തിൽ ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും തുടർന്നുള്ള ദിവസങ്ങളിലും സമാനമായ അനുഭവങ്ങളും നിരാശകളും ടെൻഷനും അവരുടെ ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഉറങ്ങുമ്പോൾ കൊണ്ടുപോകുന്നത് അതുവരെയുള്ള ആ തർക്കത്തിന്റെ നെഗറ്റീവ് വികാരങ്ങളാണ്. അതേസമയം നിങ്ങൾക്ക് പകൽ സമയം കുറച്ച് വിഷമങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയമായിരുന്നെങ്കിൽ കൂടിയും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സിനെ ശാന്തമാക്കുകയും സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ പോവുകയും ചെയ്താൽ തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ പ്രസന്നമായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തകളായി കൊണ്ടുവരും. നിങ്ങൾ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിൽ നിറയ്ക്കും. നിങ്ങൾക്ക് വേണ്ട ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് വേണ്ട സമാധാനത്തെക്കുറിച്ച്, നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ച് ഒക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആരോടെങ്കിലും വഴക്കിട്ടിട്ടൊന്നും ഉറങ്ങാൻ പോകരുത്. അത് നെഗറ്റീവായിട്ടൊരു കമന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് പോലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കരുത്. അതുപോലെ സോഷ്യൽ മീഡിയ എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വയം കമ്പയർ ചെയ്ത് നിരാശപ്പെട്ട് ഉറങ്ങരുത്. പകരം സ്വന്തം ജീവിതത്തിൽ ചെറുതെങ്കിലും ഉള്ള നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായ ഒരു പകലായിരുന്നു കടന്നുപോയതെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചിന്തകൾ കഴിവതും ഒഴിവാക്കുക. ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. എന്നിട്ട് മെല്ലെ ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പറയുക, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്, എൻ്റെ മനസ്സ് ശാന്തമാണ്, നാളെ പുതിയൊരു തുടക്കമാണ്. അതുപോലെ ഉറക്കത്തിന് മുമ്പ് നന്ദി പറയുന്നത് ശീലമാക്കുക. നിങ്ങൾക്ക് നന്ദി തോന്നുന്ന 3 കാര്യങ്ങൾ ഓർക്കുക. അവയ്ക്ക് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞിട്ട് ഉറക്കത്തിലേക്ക് പോവുക. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ ബാറ്റൺ കൈമാറുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. നിങ്ങൾക്ക് അന്ന് കിട്ടിയ ഏതെങ്കിലും 3 കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുക. നിങ്ങളോട് ആരെങ്കിലും നന്നായി പെരുമാറിയത്, കഴിച്ച ഭക്ഷണത്തിന്, ഉറങ്ങാൻ കിടക്കുന്ന ബെഡിന്, അല്ലെങ്കിൽ തലചായ്ക്കാൻ ഒരിടം കിട്ടിയതിന്, ഇങ്ങനെ എന്തുമാകാം, അതിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഉറക്കത്തിലേക്ക് പോകാൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ നന്ദി പറയാൻ തക്കവിധം കൂടുതൽ നന്മകളെ ആകർഷിപ്പിച്ച് തരാനാകും നിങ്ങളുടെ ആ ഉറക്കത്തിൽ കൂടുതലായി വർക്ക് ചെയ്യുക. ഇനി പറയുന്ന പോസിറ്റീവായ വാക്കുകൾ ഉറക്കത്തിന് മുമ്പ് മന്ത്രിക്കുക. ഞാൻ ഓരോ ദിവസവും വളരുകയാണ്, എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമാധാനത്തെയും സമൃദ്ധിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ ലോകത്ത് എല്ലാം ശുഭമാണ്. ഈ ലളിതമായ വാക്കുകൾ ആത്മാർത്ഥതയോടെ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കും. നമ്മൾ എപ്പോഴും ഓർക്കാനുള്ളത്, ജീവിതം മാറുന്നത് വലിയ പ്രവർത്തികളിലൂടെ മാത്രമല്ല, ചെറിയ ചെറിയ ശീലങ്ങളിലും കൂടിയാണ്. അതിലേറ്റവും പ്രധാനം നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതും കൂടിയാണ്. അതായത് നിങ്ങൾ എങ്ങനെ ഉറങ്ങാൻ പോകുന്നു എന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ സമാധാനത്തോടു കൂടി മാത്രം ഉറങ്ങാൻ പോവുക. ഭയത്തിന് പകരം പ്രത്യാശയെ കൂട്ടുപിടിക്കുക. സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. കാരണം സമാധാനത്തോടെ ഉറങ്ങുന്ന മനസ്സ് വലിയ കരുത്തോടു കൂടിയാണ് ഉണരുന്നത്. ഉള്ളിൽ നിങ്ങൾ തയ്യാറാക്കുന്ന ജീവിതമാണ് പുറത്ത് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ രാത്രിയിലെ അവസാനത്തെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ ചിന്തയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ. നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരു മഹത്തായ ഭാവി സൃഷ്ടിക്കുന്ന ഒരു പുണ്യ സമയമാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇക്കാര്യം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ ചെയ്യുമ്പോൾ ക്രമേണ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നതും നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരമുള്ളതാകുന്നതും നിങ്ങളുടെ തീരുമാനങ്ങൾ വിവേകപൂർവമാകുന്നതും നിങ്ങൾ സ്വയം തിരിച്ചറിയും. നിങ്ങളുടെ ജീവിതം സ്വയമേവ ഒരു മനോഹരമായ ദിശയിലേക്ക് നീങ്ങുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.